ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 100 കോടിയും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. ഓരോ ദിവസവും സിനിമ നേടുന്നത് 15 കോടിക്കും 20 കോടിക്കും അടുത്തൊക്കെയുള്ള കളക്ഷനാണ്. ഈ ഒരു ദിവസം ഉത്രാട ദിനത്തിനും സിനിമയ്ക്ക് തിയേറ്ററുകൾ കൂട്ടിയിട്ടും ഷോ കൗണ്ടുകൾ കൂട്ടിയിട്ടും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ആ ഒരു അവസ്ഥ തന്നെ തുടരുകയാണ്. ഇന്ന് നമുക്ക് അഡ്വാൻസ് സെയിലും കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോഴും അത് തന്നെ വെളിവാവുകയാണ്. അഡ്വാൻസ് പ്രീ സെയിലിലൂടെ സിനിമയ്ക്ക് നേടിയിരിക്കുന്നത് 3.5 കോടിക്ക് മുകളിലുള്ള ആ ഒരു കളക്ഷൻ തന്നെയാണ്. സ്ഥിരമായി സിനിമയ്ക്ക് ലഭിക്കുന്നത് ആ ഒരു കളക്ഷനാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമയുടെ മറ്റ് വിവരങ്ങളിലേക്കും വരാം. അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓണത്തിന് തന്നെ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താവുന്നതാണ്. എന്തായാലും മണിക്കൂറിൽ ഈ ഒരു സിനിമ നേടുന്നത് 20,000-ന് മുകളിലേക്ക് കയറുമെന്നാണ്. 20,000-ന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു മണിക്കൂറുകളിൽ ടിക്കറ്റ് വിറ്റുപോകുന്നത്. തെലുങ്കിലാണെങ്കിലും മികച്ച രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പന നടക്കുന്നു. ഒരു മലയാളം സിനിമയുടെ ചരിത്ര മുഹൂർത്തം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇനി സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷനിലേക്ക് ഒന്ന് കടന്നു നോക്കാം. അതായത് ബുധനാഴ്ച ഇന്നലെ നേടിയ കളക്ഷനാണ്. നമുക്ക് ട്രാക്ഡ് കളക്ഷൻസിലൂടെയുള്ള ആ ഒരു കളക്ഷൻ നോക്കാം. 1788 ഷോകളിൽ നിന്ന് 3,22,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമ നേടിയത് 5,23,00,000 രൂപയാണ്. അതായത് സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസാണ് ഈ ഒരു സിനിമയുടെ ഈ 8 ദിനങ്ങൾ പിന്നിടുമ്പോൾ ഉള്ളത്. 5-ാം ദിനമാണ് 5,53,00,000 നമുക്ക് ഗ്രോസായിട്ട് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അന്ന് 6,04,00,000 രൂപയാണ് വന്നതെങ്കിൽ ഇന്ന് 5,70,00,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വരുന്നത്. സ്ഥിരമായിട്ട് അതായത് കഴിഞ്ഞ 4 ദിവസങ്ങളിലും സിനിമ 5 കോടിക്ക് മുകളിലുള്ള ട്രാക്ഡ് കളക്ഷൻസ് തന്നെ എത്തുന്നു എന്ന് തന്നെ പറയാം. സിനിമ ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിക്ക് അടുത്തേക്ക് എത്തുകയാണ്. 35 കോടി കടന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 110 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് കാത്തിരിക്കുകയാണ്. 100 കോടി ഇന്ന് ടച്ച് ചെയ്ത സിനിമ അതിന് മുകളിലേക്ക് കുതിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളും കാര്യങ്ങളിലേക്ക് വരാം. അതിന് ജസ്റ്റ് മുന്നേ ചെറിയ ഒരു അപ്ഡേറ്റ് കൂടി. വേറെ ഒന്നുമല്ല, ലോകയുടെ നമുക്ക് ഹിന്ദി വെർഷൻ റിലീസ് നാളെ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്നുണ്ട്. അതിന് ബുക്കിങ്ങും കാര്യങ്ങളുമൊന്നും അത്ര തകൃതിയായിട്ട് കണ്ടില്ലെങ്കിലും ആകെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് 2,80,000 രൂപയോളമാണ് സിനിമ നേടിയതായിട്ട് കാണുന്നത്. വെറും വളരെ കുറച്ച് ഷോകളിൽ നിന്ന് മാത്രമായിട്ടുള്ള ആ ഒരു കണക്കുകളാണ്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇനീഷ്യലി നമുക്ക് കിട്ടില്ല. ഈ സിനിമയുടെ തുടക്കവും അങ്ങനെ തന്നെയാണ് നമുക്ക് കണ്ടിരുന്നത്. കാരണം ആദ്യ ഷോയ്ക്ക് കയറുമ്പോൾ എനിക്ക് ഹൗസ്ഫുൾ ആയിരുന്നില്ല. ഏകദേശം ഒരു ഹാഫിന് മുകളിൽ ആളാണെങ്കിൽ പിന്നീട് ടിക്കറ്റ് കിട്ടാനില്ലാത്ത, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു പക്ഷേ ആദ്യ ഷോയിൽ കയറിയത് കൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇന്നും ഈ സിനിമ കാണാതെ ഇങ്ങനെ പറയേണ്ടി വന്നേനെ. എന്തായാലും നമുക്ക് ആ ഒരു ഡീറ്റെയിലേക്ക് വരാം. വേറെ ഒന്നുമല്ല, സിനിമയുടെ പ്രീസെയിൽ കളക്ഷനാണ്. പ്രീസെയിൽ കളക്ഷൻ അതായത് ഇന്നേയും പ്രീസെയിലായിട്ട് ലഭിച്ചിരിക്കുന്നത് 3,65,00,000 രൂപയ്ക്കാണ്. അപ്പോൾ ജില്ല തിരിച്ചുള്ള ആ ഒരു കണക്കുകളിലേക്ക് വരാം. തിരുവനന്തപുരത്ത് നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 46 ലക്ഷത്തോളമാണ്. കൊല്ലത്ത് നിന്ന് 23 ലക്ഷത്തോളം. പത്തനംതിട്ടയിൽ നിന്ന് 5,36,000 രൂപ നേടാൻ കഴിഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് 28 ലക്ഷം രൂപയോളം. കോട്ടയത്ത് നിന്ന് 26 ലക്ഷം രൂപയോളമാണ് നേടിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 238 ഷോകളും 24,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. കൊല്ലത്ത് 119 ഷോകളും 14,000-ഓളം ടിക്കറ്റുകളുമാണ് വിറ്റുപോയത്. പത്തനംതിട്ടയിൽ നിന്ന് 3,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ 26 ഷോകളിൽ നിന്ന് വിറ്റുപോയി. 17,900-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് 127 ഷോകളിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് വിറ്റുപോയിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് 134 ഷോകളിൽ നിന്ന് 17,500-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 26 ലക്ഷം രൂപ നേടാനും കഴിഞ്ഞു. ഇവിടെയെല്ലാം 50% തന്നെയാണ് ഒക്യുപ്പൻസി. തിരുവനന്തപുരത്ത് മാത്രമാണ് 37% ഒക്യുപ്പൻസി. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 50-50-നടുത്തും ആയിട്ടാണ് നിൽക്കുന്നത്. ഇടുക്കിയിൽ 42 ഷോകളിൽ നിന്ന് 4,344-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6,86,000 രൂപ, 47% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. എറണാകുളത്ത് ഷോകളുടെ എണ്ണം കൂടി 312-ഓളം ഷോകളായി നമുക്ക് കാണാൻ കഴിയുന്നു. 41,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 87 ലക്ഷം രൂപയോളം ഗ്രോസായി വരികയും 57% റീസെയിൽ ഒക്യുപ്പൻസിയായി നമുക്ക് കാണാൻ കഴിയുന്നത്. തൃശ്ശൂരും നമുക്ക് ഷോ കൗണ്ടുകൾ വലിയ രീതിയിൽ കൂടിയതായി കാണുന്നു. 231-ഓളം ഷോകളിൽ നിന്ന് 28,700-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 45 ലക്ഷം രൂപയോളം ആണ്. അവിടെ നമുക്ക് 46% മാത്രമാണ് നമുക്ക് ഒക്യുപ്പൻസി ഇതുവരെയുള്ള അതിൽ കാണാൻ കഴിയുന്നു. അതായത് പ്രീ സെയിലിലൂടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. പാലക്കാട് 136 ഷോകളിൽ നിന്ന്
15,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 22 ലക്ഷം രൂപയോളം 40% ഓക്യുപ്പൻസിയിൽ കാണാൻ കഴിയുന്നു. മലപ്പുറത്ത് 135 ഷോകളിൽ നിന്ന് 13,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോവുകയും 17 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് വരികയും 40% സിനിമയുടെ ഓക്യുപ്പൻസി അവിടെയും കാണാൻ കഴിയുന്നത്. നമുക്ക് കോഴിക്കോട് 172ഓളം ഷോകൾ 15,000 ടിക്കറ്റുകൾ വിറ്റുപോയി 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എത്തിയിരിക്കുന്നു. വയനാട് 28 ഷോകളിൽ നിന്ന് 2,056 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,78,000 രൂപയോളം വന്നു, 37% ഓക്യുപ്പൻസി. കണ്ണൂർ 111ഓളം ഷോകളിൽ നിന്ന് 14,000-ന് മുകളിൽ 15,000 എന്ന് തന്നെ പറയാം 14,966 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 21,48,000 രൂപ വന്നിരിക്കുന്നു, 55% ഓക്യുപ്പൻസി. കാസർഗോഡാണ് ഏറ്റവും കുറഞ്ഞ ഓക്യുപ്പൻസി 26% ഉള്ളത്. 32 ഷോകളിൽ നിന്ന് 2,300ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,66,000. അങ്ങനെ 1,843 ഷോകളാണ് നാളത്തേക്ക് ഇതുവരെ ട്രാക്ക് ചെയ്തത്. അതായത് 2,000 ഷോയിലേക്ക് സിനിമ എത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. 2,64,743 ടിക്കറ്റുകൾ പ്രീസെയിലിലൂടെ തന്നെ വിറ്റുപോയിരിക്കുന്നു. 3,65,00,000 രൂപയോളം പ്രീസെയിലൂടെ കളക്ഷനും വന്നിരിക്കുന്നു, 47% ഒക്യുപ്പൻസി. തീർച്ചയായും 6 കോടിക്ക് മുകളിലായിരിക്കും ട്രാക്ക്ഡ് കളക്ഷൻ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെ പറയാം. ഇന്ന് തെലുങ്കിൽ വലിയ രീതിയിലുള്ള വിജയാഘോഷങ്ങളും കാര്യങ്ങളുമാണ് നടന്നിരുന്നത്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 30 കോടി എന്നുള്ളതാണ് തെലുങ്കിൽ ഇന്ന് നടന്ന ആ ഒരു ഇവൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിനകത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ 30 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 300 കോടിക്ക്, അത് സ്ഥിരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതേ ഡയലോഗ് നമുക്ക് ആ സ്റ്റേജിൽ തെലുങ്കിൽ നിന്ന് പറയുന്നു ദുൽഖറിനോട് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു വലിയ വിജയ ആഘോഷത്തിൽ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, തെലുങ്കിൽ ഈ ഒരു സിനിമ അത്രത്തോളം കത്തുകയും പ്രത്യേകിച്ച് അവിടെ ആളിക്കത്താനുള്ള ഏറ്റവും വലിയ കാര്യം ദുൽഖർ തന്നെയാണ്. ദുൽഖറിനെ അവർ ആ റേഞ്ചിലാണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹമാണ് നൽകുന്നത്. അവിടുത്തെ ഒരു നടൻ എന്നുള്ള റേഞ്ചിൽ തന്നെ ദുൽഖറിനെ അവർ നെഞ്ചോട് ചേർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണേലും ഇവിടെ ഓരോ ദിവസവും റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡുകൾ തീർത്ത് തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. അതിലും അവർ ഹൈലൈറ്റായി പറയുന്നുണ്ട്, ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സിനിമ സക്സസ് ആയി കഴിയുമ്പോൾ നമുക്ക് പറയാം അത് അങ്ങനെയായല്ലോ എന്നുള്ളത്. പക്ഷേ ഒരു 30 കോടി ഇട്ടിട്ട് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് മലയാളത്തിൽ ഒരു സിനിമ വിജയിപ്പിക്കണമെങ്കിൽ അത് ചില്ലറ കാര്യമല്ല എന്നുള്ളത് തെലുങ്കിൽ നിന്നുള്ള ആ ഒരു സ്റ്റേജിൽ ഉള്ള ആളുകൾ പോലും ചോദിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ്, എടുത്ത റിസ്ക് ഗംഭീരമാണെങ്കിൽ അവിടെയും മികച്ച ക്വാളിറ്റിയിൽ ഒരു സിനിമ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ താരമോ ആർട്ടിസ്റ്റോ അല്ല കാര്യം, മികച്ച സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാം മികച്ചതാണെങ്കിൽ ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിക്കും. പണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് തെലുങ്കും തമിഴും സിനിമകളൊക്കെ നമ്മൾ സ്വീകരിച്ച പോലെ അത്ര കണ്ട് അവർ നമ്മളെ ഈ ഒരു സിനിമ സ്വീകരിച്ചിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു സിനിമയും സ്വീകരിച്ചില്ലെങ്കിലും അവിടെയും നമുക്ക് തലയുയർത്തി പിടിക്കാൻ കഴിയുന്നു. നമ്മളുടെ ഈ ഒരു സിനിമ ക്വാളിറ്റി വൈസ് അവരെ എല്ലാവരെയും ഞെട്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ്. ഇനിയും വരാനുണ്ട് ലോകയുടെ ചാപ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു കാര്യവും. എന്നാണ് ലോക ചാപ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യവുമൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണെങ്കിലും ഈ ഒരു ഉത്രാട ദിനത്തിൽ ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവർ പറയാം. അതേപോലെ തന്നെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമൊന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.